ഇന്ന് നമുക്ക് ട്യൂട്ടോറിയൽ നമ്പർ 2 ആണ്. നമ്മൾ കൂടുതൽ പ്രൊജക്ടൈൽസിനെ പറ്റിയും സർക്കുലർ മോഷൻ്റെ ഒരു പ്രോബ്ലമാണ് നോക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: എ ഹെലികോപ്റ്റർ ഓൺ എ ഫ്ലഡ് റിലീഫ് മിഷൻ ഫ്ലൈയിങ് ഹൊറിസോണ്ടലി വിത്ത് എ സ്പീഡ് u at an altitude h has to drop a food packet for a victim standing on the ground. At what distance from the victim should the food packet be dropped? നിൽക്കുന്ന അല്ലെങ്കിൽ വിക്ടിം നിൽക്കുന്നതിന് എത്ര ദൂരം നിന്ന് മാറി നമ്മൾ ഫുഡ് പാക്കറ്റ് ഡ്രോപ്പ് ചെയ്യണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഇത് എച്ച് ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. കാരണം എച്ച് പൊക്കത്തിലാണ് ഈ സാധനം പോകുന്നത് എന്ന് പറയുന്നത്. യു വെലോസിറ്റിയാണ് പോകുന്നത്. അപ്പം ഈ ഒരു ഹെലികോപ്റ്റർ യു വെലോസിറ്റി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വെലോസിറ്റിക്ക് ജസ്റ്റ് ഒരു ഫുഡ് പാക്കറ്റ് ഡ്രോപ്പ് ചെയ്താൽ ആ ഡ്രോപ്പ് ചെയ്യുന്ന ഫുഡ് പാക്കറ്റിന് ആ സെക്കൻഡിൽ ഈ യു വെലോസിറ്റി തന്നെയായിരിക്കും ഉണ്ടാവുക. കാരണം ഇനേർഷ്യ ഉള്ളതുകൊണ്ട്. ഓക്കെ, ഇനർഷ്യയെ പറ്റി നമുക്ക് ന്യൂട്ടൺസ് ലോയിൽ പഠിക്കും. ഇനർഷ്യ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മളൊരു സംഭവത്തിൽ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു യൂണിഫോം ഒരു വെലോസിറ്റി കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ വെലോസിറ്റി തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കാൻ വേണ്ടിയുള്ള ടെൻഡൻസിയാണ് നമ്മൾ ഇനർഷ്യ എന്ന് പറയുന്നത്. അത് ന്യൂട്ടൺസ് ലോസിൽ നമ്മൾ പഠിക്കാനുണ്ട്. അപ്പോൾ കുറച്ച് കാര്യമായിട്ട് പഠിക്കാം. അതൊക്കെ അറിയാമെന്ന് വിശ്വസിക്കും. നമ്മൾ +1 പഠിച്ചിട്ടുള്ള കൺസെപ്റ്റാണ്. ആൻഡ് ഈ എക്സ് ആണ് ആ നിൽക്കുന്ന ഡിസ്റ്റൻസ്. അപ്പം നമുക്ക് എക്സ് ആണോ കണ്ടുപിടിക്കുന്നതെന്ന് ചോദിച്ചാൽ അല്ല. കാരണം ഡിസ്റ്റൻസ് ഫ്രം ദ ഇവിടെ നിന്ന് നമ്മൾ ഡിസ്റ്റൻസ് ചോദിച്ചു. അപ്പം ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് പറഞ്ഞിരുന്നെങ്കിൽ എക്സ് കണ്ടുപിടിച്ചാൽ മതി. പക്ഷേ ഇത് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു ഇതാണ് അതിൻ്റെ ഷോർട്ടസ്റ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്. അപ്പോൾ ഇതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ട സാധനം. അപ്പോൾ ഇതാണ് ഇത് എച്ച് നമുക്ക് തന്നിട്ടുള്ളൊരു ക്വാണ്ടിറ്റിയാണ്. ഓക്കെ, അപ്പോൾ എച്ചിൻ്റെയും യുവിൻ്റെ ടേംസിൽ എക്സ് കണ്ടുപിടിച്ചിട്ട് അതിനെ നമ്മൾ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്താൽ ഇതേ സ്ക്വയർ പ്ലസ് ഇതേ സ്ക്വയർ ഇതാണെന്ന് കിട്ടും. അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇതാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഈ ഹൊറിസോണ്ടൽ പ്രൊജക്റ്റിൽ വരുമ്പോഴത്തേക്ക് നമ്മൾ രണ്ടായിട്ടാണ് ചെയ്യുന്നത്. നമുക്കൊരു ഇക്വേഷൻസ് ഒന്നുമില്ല. നമ്മൾ രണ്ട് ടൈപ്പ് മോഷൻസ് രണ്ടായിട്ട് അനലൈസ് ചെയ്തിട്ട് രണ്ടിൽ നിന്ന് ഇക്വേഷൻസ് എടുക്കും. ഇവിടെ ഇപ്പം എനിക്ക് എക്സ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഈ യു ഉണ്ട്. അപ്പോൾ യുവിനെ ഈ ടോട്ടൽ ടൈം ഓഫ് ഫ്ലൈറ്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എക്സ് കിട്ടും. കാരണം യു യൂണിഫോം മോഷൻ ഇത് കുറേ പറഞ്ഞിട്ടുള്ളതാണ്, അറിയായിരിക്കും വിശ്വസിക്കുന്നത്. അപ്പം ആ ടൈം കിട്ടണം. ആ ടൈം കിട്ടണമെങ്കിൽ നമുക്ക് വെർട്ടിക്കൽ മോഷനാണ് ആവശ്യം. അപ്പോൾ നമ്മൾ ആദ്യം വെർട്ടിക്കൽ മോഷൻ തുടങ്ങും. കൺസിഡറിങ് ഓൺലി വെർട്ടിക്കൽ മോഷൻ വി ഹാവ് S = ut + ½ at² ഇക്വേഷൻ നമുക്കറിയാം. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നത്, താഴോട്ട് നമ്മൾ പോസിറ്റീവ് ഡയറക്ഷൻ, താഴോട്ടുള്ള ഡയറക്ഷൻ പോസിറ്റീവ് ആണെന്ന് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അവിടെ നിന്ന് താഴോട്ട് നോക്കുമ്പോഴത്തേക്ക് എച്ച് താഴോട്ടാണ് പോകുന്നത്. അപ്പോൾ അത് പോസിറ്റീവ് എച്ച്. ഓക്കെ, S = h. യു ഇല്ല, കാരണം താഴോട്ട് നമ്മൾ ഇങ്ങനെ ഈ ഡയറക്ഷനിൽ മാറാൻ വെലോസിറ്റി ഉള്ളൂ. ഇവിടെ നമ്മൾ വെർട്ടിക്കൽ ഡയറക്ഷൻ നോക്കി ജസ്റ്റ് ഒരു ഡ്രോപ്പിംഗ് തന്നെയാണ്. സോ യു ഇല്ല, 0 ആണ്. ആൻഡ് ഈ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ +g, കാരണം താഴോട്ടാണ് വരുന്നത്. നമ്മൾ ഡയറക്ഷൻ പോസിറ്റീവ് വെച്ചേക്കുന്നത്, താഴോട്ടാണ് g ആക്ട് ചെയ്യുന്നതും, താഴോട്ടായിരിക്കും വരിക്കുന്നത്. അപ്പോൾ അത് ആക്സിലറേഷൻ ഉണ്ടാകും. അതുകൊണ്ട് രണ്ടും പ്ലസ് ആണ്. അപ്പം h = ½ gt². ഇവിടെ ഞാൻ വേറൊരു കൺസെപ്റ്റ് നിങ്ങൾ പറഞ്ഞതിൻ്റെ അവിടെ ആവശ്യമില്ലെങ്കിൽ പോലും ഈ കൺസെപ്റ്റ് അറിഞ്ഞിരിക്കണം, ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞുതരാം. നമ്മൾ താഴോട്ടുള്ള ഡയറക്ഷൻ പോസിറ്റീവ് എടുത്തപ്പോഴാണ് ഇത് നമുക്ക് കിട്ടിയത്. നമ്മൾ മേലോട്ടുള്ള ഡയറക്ഷൻ പോസിറ്റീവ് എടുക്കുന്ന സംഭവിക്കും. മേലോട്ടുള്ള ഡയറക്ഷൻ പോസിറ്റീവ് എടുക്കുന്നെങ്കിൽ ഈ ഇവിടെ നിന്ന് യുവിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ എച്ച് എന്ന് പറയുന്ന സാധനം താഴോട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ മേലോട്ട് പോസിറ്റീവ് എടുത്താൽ ഇത് -h ആവും, -h. ആക്സിലറേഷനും മേലോട്ടാണ് പോസിറ്റീവ് എടുക്കുന്നതെങ്കിൽ താഴോട്ടാണ് ശരിക്കുള്ള ആക്സിലറേഷൻ ഉള്ളതുകൊണ്ട് അത് -t ആവും. അപ്പം S -h ഉം A -t ആവും. ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും സെയിം ഇക്വേഷൻ തന്നെ നമ്മൾ വന്നെത്തും. അപ്പോൾ അതാണ് സൈൻ കൺവെൻഷൻ്റെ ഇമ്പോർട്ടൻസ് ആൻഡ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അത് നമ്മൾ മനസ്സിലാക്കണം. ആൻഡ് ഇതിൽ നിന്ന് ടൈം കണ്ടുപിടിച്ചു, √2h/g. ഇനി കൺസിഡറിങ് ഓൺലി ഹൊറിസോണ്ടൽ മോഷൻ v = ഡിസ്റ്റൻസ് ബൈ ടൈം. നേരത്തെ പറഞ്ഞു ഹൊറിസോണ്ടൽ മോഷൻ മാത്രമാണെങ്കിൽ ഡിസ്റ്റൻസ് ബൈ ടൈം. ഇപ്പോൾ ഡിസ്റ്റൻസ് = വെലോസിറ്റി ഇൻറ്റു ടൈം. ഇവിടെ വെലോസിറ്റി u ആണ്, ഇൻറ്റു ടൈം ഓഫ് ഫ്ലൈറ്റ് ആണ് വരുന്നത്. നമുക്ക് √2h/g നമുക്കറിയാം. സോ എക്സ് എന്ന് പറഞ്ഞാൽ √u × √2h/g ആണ്. ഇനി നമ്മൾ ടോട്ടൽ ഡിസ്റ്റൻസ് എടുക്കണമെങ്കിൽ നമ്മൾ x² + h² റൂട്ട് എടുക്കണം. ഓക്കെ, ഇതിൻ്റെ സ്ക്വയർ + ഇതിൻ്റെ സ്ക്വയറിൻ്റെ റൂട്ട് എടുക്കണം. അത് നിങ്ങൾ ചെയ്താൽ മതി, ഞാൻ ചെയ്തു തരുന്നത് ജസ്റ്റ് മാത്തമാറ്റിക്സ് ആണ്. ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും ആൻസർ. ഓക്കെ, നൗ അടുത്ത ക്വസ്റ്റ്യൻ. ഇതൊരു ഒബ്ലിക് പ്രൊജക്റ്റൈലിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. എ ബോയ് സ്റ്റാൻഡ്സ് അറ്റ് 39.2 meter ഫ്രം എ ബിൽഡിംഗ് ആൻഡ് ത്രോ എ ബോൾ വിച്ച് ജസ്റ്റ് പാസസ് ത്രൂ വിൻഡോ 9.6 meter എബോവ് ഗ്രൗണ്ട്. കാൽക്കുലേറ്റ് ദ വെലോസിറ്റി ഓഫ് പ്രൊജക്ഷൻ ഓഫ് ബോൾ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. കണ്ട, ഇവിടെ ഒരു വിൻഡോ ഉണ്ട്. 9.6 meter മുകളിലാണ് വിൻഡോ. ഈ ഇതിൽ നിന്ന് 39.2 ഡിസ്റ്റൻസ് മാറി നിന്നിട്ടാണ് ഈ കൊച്ച് ബോൾ എറിയുന്നത്. അദ്ദേഹത്തിൻ്റെ ആംഗിൾ പറഞ്ഞിട്ടില്ലേ ക്വസ്റ്റ്യൻ, അതാണ് ഈ കൊണ്ട് സംഭവം. അപ്പം നമുക്ക് വെലോസിറ്റി പ്രൊജക്ഷനാണ് വേണ്ടതെങ്കിലും ആംഗിൾ ഇല്ല എന്നുള്ളൊരു കേസ് നമ്മൾ ഓർത്തോണം. ആംഗിൾ ഇല്ല എന്നുള്ള കേസ് ഓർത്തോണം. പക്ഷേ നമുക്ക് ഈ ഒരു പ്രൊജക്റ്റിൻ്റെ ഒരു കേസ് കണ്ടറിയാം. ഇതിപ്പം റേഞ്ചിൻ്റെ പകുതിയായിരിക്കും, മനസ്സിലായി. അപ്പോൾ ഈ രണ്ട് ടൈംസ് 39.2 എടുത്താൽ ഇത് ഫുൾ റേഞ്ച് ആയിട്ട് കിട്ടും. ആൻഡ് ഇതെന്ന് പറഞ്ഞാൽ അതിൻ്റെ മാക്സിമം ഹൈറ്റ് തന്നെയാണ്. ഈ രണ്ട് ഇക്വേഷനും നമുക്കറിയാം. ഓക്കെ, സോ നോക്കിക്കോ, യു ആൻഡ് തീറ്റ ആർ നോട്ട് ഗിവൺ, ബട്ട് h = 19.6
ആൻഡ് ആർ ഇസ് ഇക്വൽ 2 × 1039.2 മീറ്റർ ഉണ്ട് കേട്ടോ. മീറ്ററൊക്കെ എഴുതി പോകണം, അതൊക്കെ യൂണിറ്റൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. റിസൾട്ട് ചെയ്യുമ്പോൾ എപ്പോഴും യൂണിറ്റ് ഇടാൻ ശ്രദ്ധിച്ചോണം, യൂണിറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ഹൈറ്റ് ഇസ് ഇക്വൽ 19.6. ഈ ഹൈറ്റിൻ്റെ ഇക്വേഷൻ പക്ഷേ നമുക്കറിയാം, യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ഡിവൈഡ് ബൈ 2g. റേഞ്ച് എന്ന് പറഞ്ഞാൽ 78.4, അതായത് 2 × 39.2 ആണ്. അപ്പോൾ റേഞ്ചിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം, യു സ്ക്വയർ സൈൻ 2 തീറ്റ ഡിവൈഡ് ബൈ g. അപ്പോൾ ഈസ് ഈക്വൽ ടു യു സ്ക്വയർ സൈൻ 2 തീറ്റ ഡിവൈഡ് ബൈ ജി ആണ് റേഞ്ചിൻ്റെ ഇക്വേഷൻ. എന്നാൽ സൈൻ 2 തീറ്റ എന്ന് പറഞ്ഞാൽ 2 സൈൻ തീറ്റ കോസ് തീറ്റയാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, മാത്സ് വെച്ച് ചെയ്യുന്നതാണ്, ട്രിഗണോമെട്രിയാണ്. ആൻഡ് ഹെൻസ് നമുക്ക് ഇതിനകത്ത് നമുക്ക് യുടെ കാര്യവും തീറ്റയുടെ കാര്യവും നമുക്ക് വേണ്ട, ആ ഒരവസ്ഥയിലാണ് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ നിൽക്കുന്നത് കൊണ്ട് നമുക്ക് വെലോസിറ്റി ഓഫ് പ്രൊജക്ഷൻ ആണ് വേണ്ടുന്നത്. സംഭവത്തിൻ്റെ വെലോസിറ്റി ഓഫ് പ്രൊജക്ഷനാണ് നമുക്ക് ആവശ്യമുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ആദ്യമേ ഈ യു സ്ക്വയർ കളഞ്ഞിട്ട് നമുക്ക് തീറ്റ ഇവിടെ നമുക്ക് യു അറിഞ്ഞൂടെ തീറ്റ അറിഞ്ഞൂടെ 2 ഇക്വേഷൻ ഉണ്ട്. അങ്ങനെ അപ്പോൾ നമുക്ക് സോൾവ് ചെയ്തെടുക്കാൻ പറ്റും. അത് മാത്സിൻ്റെ ഒരു കൺസെപ്റ്റാണ്. 2 വേരിയബിൾ 2 ഇക്വേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് സോൾവ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അതിനുവേണ്ടി ഞാൻ ഫസ്റ്റ് ഇക്വേഷൻ സെക്കൻഡ് ഇക്വേഷൻ ഡിവൈഡ് ചെയ്യണം. അപ്പോൾ എനിക്ക് h/r = 1/4 tan തീറ്റ എന്ന് കിട്ടും. ഇത് ജസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് മനസ്സിലാവും. അപ്പോൾ അതിനെ അല്ലെങ്കിൽ നമുക്ക് r tan θ = 4h എന്ന് പറയാം. ഇത് ജസ്റ്റ് കാണാൻ പഠിക്കേണ്ട ഫോമുല, കാരണം ഇത് പഠിച്ചു കഴിഞ്ഞാൽ എൻട്രൻസിൻ്റെയൊക്കെ കുറച്ച് ക്വസ്റ്റ്യൻസ് പെട്ടെന്ന് നമുക്ക് ഷോർട്ട് കട്ടായിട്ട് ചെയ്യാൻ പറ്റും. r tan θ = 4h, സിമ്പിളാണ്, അത് പഠിക്കണം. അപ്പോൾ അതിനകത്ത് നമുക്ക് tan θ വാല്യൂ കിട്ടി 45 ഡിഗ്രിയാണ്. ഇതിനായിട്ട് ഡയറക്റ്റ് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ഇതിനകത്ത് യു കിട്ടും, അല്ലെങ്കിൽ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഇതിൽ നമുക്ക് യു കിട്ടും. അങ്ങനെ യു ഉണ്ട്, അത് നിങ്ങൾ കണ്ടുപിടിച്ചാൽ മതി. ഞാൻ ചെയ്യുന്നില്ല, ഇത്രയും പറഞ്ഞു തന്നിട്ടുണ്ട്. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി, കിട്ടും. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ആൻ ഇൻസെക്റ്റ് trapped in a circular groove of radius 12 cm moves along the groove steadily and climbs 7 revolutions in 100 seconds. അപ്പോൾ ഒരു ഗ്രൂവ് ഉണ്ട്, ഒരു സർക്കുലർ ഗ്രൂവാണ്. ഗ്രൂവ് എന്ന് പറഞ്ഞാൽ ഒരു പൈപ്പ് പോലൊരു സംഭവം കേട്ടോ, സർക്കുലർ ആയിട്ടൊരു പൈപ്പ്. ഒരു ജസ്റ്റ് നമ്മൾ വെള്ളം ഒഴിക്കുന്ന പൈപ്പൊക്കെ ഉണ്ടല്ലോ, ഹോസ് ഉണ്ടല്ലോ, അതുപോലത്തെ ഒരു പൈപ്പ്. അപ്പം ആ പൈപ്പ് സർക്കുലറായിട്ടാണ് ഇരിക്കുന്നത്. അതിൻ്റെ റേഡിയസ് 12 cm ആണ്. അതിൽ കൂടെ ഒരു ഇൻസെക്റ്റ് പോവുകയാണ്. ആ ഇൻസെക്റ്റിന് ഭയങ്കര സ്പീഡാണ്. അത് 7 റവല്യൂഷൻ, ഭയങ്കര സ്പീഡൊന്നും പറയാനില്ല, 100 സെക്കൻഡ് 7 റവല്യൂഷൻ അത് കറങ്ങും. അങ്ങനെയാണ് അത് പോകണം. ഓക്കെ, അതാണ് എൻ്റെ ഒരു റേറ്റ് ഓഫ് സ്പീഡ്. ഫൈൻഡ് ദ ആംഗുലാർ സ്പീഡ് ഫസ്റ്റ്, സെക്കൻഡ് ലീനിയർ സ്പീഡ് ആൻഡ് ആക്സിലറേഷൻ ഓഫ് ദ ഇൻസെക്റ്റ്. അപ്പോൾ ചോദിച്ചേക്കുന്ന നമുക്ക് തന്നേക്കുന്ന ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ റൊട്ടേഷൻസ് പെർ മിനിറ്റാണ് തന്നേക്കുന്നത്, അല്ലെങ്കിൽ റവല്യൂഷൻസ് പെർ മിനിറ്റ്, RPM, റൊട്ടേഷൻ പെർ സെക്കൻഡ്, RPS ആണ് തന്നേക്കുന്നത്. അതായത് 7 റവല്യൂഷൻ 100. അപ്പം ആദ്യമേ നമുക്ക് ജസ്റ്റ് അതിൻ്റെ ഫ്രീക്വൻസി ആയിട്ടുള്ള RPSലുള്ള 7/100 ആണ് അതിൻ്റെ ഫ്രീക്വൻസി. റേഡിയസ് 12 cm ആണ്. അപ്പോൾ നമുക്ക് നേരത്തെ അറിയാം ഒമേഗയുടെ ഇക്വേഷൻ 2πf, നമ്മൾ നേരത്തെ ഡിറൈവ് ചെയ്തൊരു സംഭവമാണ്. 2π/t അല്ലെങ്കിൽ 2πf എന്ന് ഡിറൈവ് ചെയ്തായിരുന്നു. സോ 2πf സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, എഫ് ഇതിട്ട് കൊടുക്കുക, ആൻഡ് ഇത് സോൾവ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടും. ഓക്കെ, അത് കിട്ടും. ഇനി നമുക്ക് വെലോസിറ്റി വേണം. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ലീനിയർ സ്പീഡ് എന്ന് പറഞ്ഞാൽ r ഒമേഗയാണ്, അത് പറഞ്ഞിട്ടുണ്ട്. സോ 12 × ഒമേഗ ഇട്ട് കൊടുത്താൽ ആൻസർ കിട്ടും. ഓക്കെ, കാരണം ഒമേഗ നമ്മൾ കണ്ടുപിടിച്ചു, ഈ ഒമേഗ എടുത്ത് ഇട്ട് കൊടുക്കുക, പിന്നെ നമ്മൾ 12 സെൻറ്റിമീറ്റർ ആണ്. അപ്പം സെൻറ്റിമീറ്റർ പെർ സെക്കൻഡിലായിരിക്കും ആൻസർ കിട്ടുന്നത്. ഓക്കെ, ആൻഡ് ആക്സലറേഷൻ r², അതായത് സെൻട്രിപീറ്റൽ ആക്സലറേഷൻ. കാരണം വേറൊരു ആക്സലറേഷൻ ഇല്ല, കാരണം ഇത് യൂണിഫോം സർക്കുലർ മോഷനിൽ പോകുന്ന ഒരു ഇൻസെക്റ്റ് ആയതുകൊണ്ട് അതിന് ആംഗുലർ ആക്സലറേഷൻ ഇല്ല. വെലോസിറ്റി ഡയറക്ഷൻ ചേഞ്ച് ആവുന്നുണ്ട്. ലീനിയർ സെൻട്രിപീറ്റൽ ആക്സലറേഷൻ മാത്രമേ ഉള്ളൂ. ആ സെൻട്രിപീറ്റൽ ആക്സലറേഷൻ ഫോമിൽ നമുക്കറിയാം, ദാറ്റ് ഈസ് r², അല്ലെങ്കിൽ v²/r എന്ന് വിളിക്കാം. ഇവിടെ ഈ v എടുത്തിട്ട് കൊടുത്താലും മതി, v²/r, r², ഒന്ന് നമ്മുടെ ഇതിനകത്ത് ഡിറൈവ് ചെയ്താൽ എങ്ങനെ പോകുന്നതൊക്കെ എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നുകൂടെ പോയി ആ വീഡിയോ കണ്ടും എല്ലാം കൃത്യമായിട്ട് മനസ്സിലാവും. ആൻഡ് സോ 2.32 cm/s² എന്ന് പറയുന്ന സെൻട്രിപീറ്റൽ ആക്സലറേഷൻ ആണ് ഉണ്ടായിരിക്കുക. സോ അതാണ് നമ്മുടെ ഇന്നത്തെ ട്യൂട്ടോറിയൽ. ഇത്തരത്തിലുള്ള ട്യൂട്ടോറിയൽ കഴിഞ്ഞു. നമുക്ക് അടുത്ത ദിവസം ന്യൂട്ടൺസ് ലോസ് എന്ന് പറയുന്ന പുതിയ ചാപ്റ്റേഴ്സ് തുടങ്ങാം. സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു.